ദ റിയൽ ലൈഫ് മജീഷ്യൻ എന്ന ചെറുചിത്രം ആരുടെ കഥ പറയുന്നതാണ്? ഉത്തരം ഗോപിനാഥ് മുതുക്കാട്. APJ അബ്ദുൽ കലാമിന്റെ ജീവചരിത്രം പ്രമേയമാക്കി നിർമ്മിച്ച സിനിമ? ഉത്തരം APJ അബ്ദുൽ കലാം ദി മിസൈൽ മാൻ. കേരളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ്? ഉത്തരം രാജ്യസമാചാരം. മലയാളത്തിൽ ആദ്യമായി പത്രങ്ങളുടെ ഓഡിയോ പതിപ്പ് പുറത്തിറക്കിയത് ആരാണ്? ഉത്തരം കേരള കൗമുദി. ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളത്തിൽ സാക്ഷരരാക്കുന്ന സാക്ഷരതാ മിഷൻ പദ്ധതി ഏതാണ്? ഉത്തരം ചങ്ങാതി. 2020 ഫെബ്രുവരി 10 80ാമത് വാർഷികം ആഘോഷിച്ച കാർട്ടൂൺ പരമ്പര? ഉത്തരം ടോം ആൻഡ് ജെറി. ബ്ലാക്ക് സ്റ്റേജ് ദി സ്റ്റോറി ബിഹൈൻഡ് ഇന്ത്യാസ് ഹൈ ഗ്രോത്ത് ഇയേഴ്സ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം മൊണ്ടേങ് സിംഗ് അലുവാലിയ. പത്മശ്രീ പുരസ്കാരം നേടിയ ആദ്യ ട്രാൻസ്ജെൻഡർ? ഉത്തരം നർത്തകി നടരാജ്. നർത്തകി നടരാജ് ഏത് കലയിലാണ് പ്രശസ്തമായത്? ഉത്തരം ഭരതനാട്യം. സസ്പെൻസുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന പ്രശസ്ത എഴുത്തുകാരി ആരാണ്? ഉത്തരം മേരി ഹിഗ്ലിൻസ് ക്ലാർക്ക്. എ സ്ട്രേഞ്ചർ ഈസ് വാച്ചിങ്, ഡാഡീസ് ലിറ്റിൽ ഗേൾ എന്നിവയാണ് മേരി ഹിഗ്ലിൻസിന്റെ പ്രധാന കൃതികൾ. റോഹിംഗ്യൻ അഭയാർത്ഥികളുടെ കഥ പറയുന്ന സിനിമ? ഉത്തരം കാറ്റ് കടൽ അതിരുകൾ. പവിഴമല്ലികൾ പൂക്കുമ്പോൾ എന്ന നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം തസ്ലീമ നസ്രീൻ. പന്ത് പറഞ്ഞ കിസ്സ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം MM ജാഫർ ഖാൻ. പുരോഗമന സാഹിത്യ സംഘത്തിന്റെ ആദ്യ പ്രസിഡന്റ്? ഉത്തരം വൈലോപ്പിള്ളി. ഒരു മലയാളി പ്രാന്തന്റെ ഡയറി എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം N പ്രഭാകരൻ. ജന്മന അന്ധനായ കവി? ഉത്തരം സൂർദാസ്. വയനാടൻ പശ്ചാത്തലത്തിൽ കോന്തല എന്ന ആത്മകഥ എഴുതിയത് ആരാണ്? ഉത്തരം കൽപ്പറ്റ നാരായണൻ. ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച സിസ്റ്റർ ജസ്മിയുടെ ആത്മകഥ? ഉത്തരം ആമീൻ. എന്നുടെ ഭാഷ താൻ എന്നുടെ വീട്ടമ്മയെന്നിയാം ഭാഷാ വിരുന്നുകാരി എന്ന് പാടിയ കവി? ഉത്തരം വള്ളത്തോൾ. കണ്ണട എന്ന കവിതയിലൂടെ ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ കവി? ഉത്തരം മുരുകൻ കാട്ടാക്കട. കരളെരിഞ്ഞാലും തല പുകഞ്ഞാലും ചിരിക്കണമതേ വിദൂഷകധർമ്മം എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം സഞ്ജയൻ. വൃദ്ധനായ ഒരു കരീബിയൻ സ്വേച്ഛാധിപതിയെ നായകനാക്കി ലാറ്റിൻ അമേരിക്കൻ നോവലിസ്റ്റായ ഗബ്രിയേൽ ഗാർസിയ മാർക്കോസ് എഴുതിയ നോവൽ? ഉത്തരം കുലാധിപതിയുടെ ഹേമന്തം. കേരളത്തിലെ ആഫ്രിക്ക ആരുടെ കൃതിയാണ്? ഉത്തരം K പാനൂർ. പശ്ചിമഘട്ടത്തിലെ ജൈവ വൈവിധ്യം എന്ന വിജ്ഞാന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉത്തരം ബെന്നി കുര്യൻ. ദേവകി നിലയങ്ങോടിന്റെ ആത്മകഥ? ഉത്തരം നഷ്ടബോധങ്ങളില്ലാതെ. കണ്ടൽ കാടുകൾക്കിടയിലെ ജീവിതം എഴുതിയത് ആരാണ്? ഉത്തരം കല്ലേൻ പുക്കൂടൻ. ഒരു പുളി മരത്തിന്റെ കഥ ആരുടെ നോവലാണ്? ഉത്തരം സുന്ദര രാമസ്വാമി. താരാശങ്കർ ബാനർജിയുടെ ബംഗാളി നോവലായ ആരോഗ്യ നികേതനം മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തത് ആരാണ്? ഉത്തരം നിലീന എബ്രഹാം. ഓംചേരി എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ? ഉത്തരം N നാരായണപിള്ള. നവഭാരത ശില്പികൾ എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം KP കേശവമേനോൻ. കാമസൂത്രം രചിച്ച സംസ്കൃത പണ്ഡിതൻ? ഉത്തരം വാത്സ്യായനൻ. ഒരു കവിയുടെ ഡയറി ആരുടെ ആത്മകഥയാണ്? ഉത്തരം വയലാർ രാമവർമ്മ. ബോസ് എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ? ഉത്തരം ചാൾസ് ഡീക്കൻസ്. ഇന്ത്യയിലെ തന്റെ ബാല്യകാല ജീവിതത്തെ അടിസ്ഥാനമാക്കി റഡ്യാർഡ് കിപ്ലിംഗ് രചിച്ച നോവൽ? ഉത്തരം കിം. ക്രാന്തദർശികൾ രചിച്ചത് ആരാണ്?
ഉത്തരം എസ് ഗുപ്തൻ നായർ. കെ എം മാത്യു ഏത് രംഗത്ത് പ്രശസ്തനായിരുന്നു? ഉത്തരം പത്രപ്രവർത്തനം. മാർട്ടിൻ ഏഡൻ എന്ന ആത്മകഥാപരമായ നോവലിലൂടെ പ്രശസ്തനായ അമേരിക്കൻ സാഹിത്യകാരൻ? ഉത്തരം ജാക്ക് ലണ്ടൻ. കന്നിക്കൊയ്ത്ത് രചിച്ചത് ആരാണ്? ഉത്തരം വൈലോപ്പിള്ളി. ഏണിപ്പടികൾ ആരുടെ കൃതിയാണ്? ഉത്തരം തകഴി. ഈ ലോകം കാണുന്നേരം മോക്കാനം വന്നിടുന്നുണ്ടെങ്കിലും ഛർദ്ദിക്കുവാൻ വയ്യന്റെ മുഖത്താകും എന്ന് പാടിയത് ആരാണ്? ഉത്തരം കുഞ്ഞുണ്ണി മാഷ്. ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ പ്രശസ്തനായ ഒരു വ്യക്തിയുടെ രചനയാണ്. ആരാണ് അദ്ദേഹം? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഉജ്ജയിനിയിലെ രാപ്പകലുകൾ ആരുടെ കൃതിയാണ്? ഉത്തരം വിഷ്ണു നാരായണൻ നമ്പൂതിരി. ഏലിയാസ് കനേറ്റിയുടെ ഏത് നോവലിലാണ് നായകനായ ഡോക്ടർ പീറ്റർ കീൻ തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുന്നത്? ഉത്തരം ദി ബ്ലെൻഡുങ്ങിൽ. കന്യാദാനം ആരുടെ കൃതിയാണ്? ഉത്തരം തിക്കോടിയൻ. കറുപ്പ് വെയിൽ തിന്നുന്ന പക്ഷി, പ്രവാസിയുടെ ഗീതം എന്നിവ ആരുടെ കൃതികളാണ്? ഉത്തരം എ അയ്യപ്പൻ. ഓടി വിളയാടു പാപ്പ എന്ന തമിഴ് ദേശഭക്തി ഗാനം രചിച്ചത് ആരാണ്? ഉത്തരം സുബ്രഹ്മണ്യ ഭാരതി. ബാലഗംഗാധര തിലകന്റെ പ്രധാന കൃതി ഏതാണ്? ഉത്തരം ഗീതാ രഹസ്യം. ദൈവദശകം രചിച്ചത് ആരാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. ഗജേന്ദ്രകുമാർ മിത്ര രചിച്ച നോവൽ ഞാൻ ചെവിയോർത്തിരിക്കും എന്ന പേരിൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? ഉത്തരം എം എൻ സത്യാർത്ഥി. കുട്ടികൾക്കായി പറയപ്പെട്ട പന്തിരുകുലം നോവൽ രൂപത്തിൽ രചിച്ചത് ആരാണ്? ഉത്തരം പി നരേന്ദ്രനാഥ്. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ പേരിൽ ഓടക്കുഴൽ അവാർഡ് ഏർപ്പെടുത്തിയ കവി? ഉത്തരം ജി ശങ്കരക്കുറുപ്പ്. കേരള ലളിതകലാ അക്കാദമി പ്രസിദ്ധീകരിക്കുന്ന ആനുകാലികം? ഉത്തരം ചിത്രവാർത്ത. ഡ്രാക്കുള എന്ന നോവലിന്റെ ശതാബ്ദി വർഷമായിരുന്നു 1997. ആരാണ് വിഖ്യാതമായ ആ നോവൽ രചിച്ചത്? ഉത്തരം ബ്രാം സ്റ്റോക്കർ. ബുദ്ധൻ പിറന്ന നാട്ടിൽ ആരുടെ യാത്രാ വിവരണമാണ്? ഉത്തരം കെ എൽ മോഹനവർമ്മ. മഹാഭാരതത്തിന്റെ നിരൂപണ രൂപത്തിലുള്ള കൃതിയാണ് ഭാരത പര്യടനം. ആരാണ് ഇത് രചിച്ചത്? ഉത്തരം കുട്ടിക്കൃഷ്ണമാരാർ. മലയാളത്തിലെ ആദ്യകാല ഉപന്യാസ സമാഹാരമായ മംഗളമാല പ്രസിദ്ധീകരിച്ചത് ആരാണ്? ഉത്തരം അപ്പൻ തമ്പുരാൻ. സംഗീതസാരം എന്ന സംഗീതശാസ്ത്ര ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ഉത്തരം മാതംഗമുനി. കുഞ്ചൻ നമ്പ്യാർ രചിച്ച സംഗീതശാസ്ത്ര ഗ്രന്ഥം ഏതാണ്? ഉത്തരം താളപ്രസ്ഥാരം. രവീന്ദ്ര സംഗീതം ആവിഷ്കരിച്ച മഹാകവി? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ആരാണ് പ്രസിദ്ധമായ പഞ്ചരത്ന കീർത്തനങ്ങൾ രചിച്ചത്? ഉത്തരം ത്യാഗരാജസ്വാമികൾ. മുട്ടത്ത് വർക്കി അവാർഡ് നേടിയ മാവേലി മന്ഡം എന്ന കൃതി ആരുടേതാണ്? ഉത്തരം കെ ജെ ബേബി. ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചിലവാക്കവേ ഹൃദയത്തിലുലാവുന്നു നിത്യനിർമ്മല പൗർണമി. ഈ വരികൾ ആരാണ് രചിച്ചത്? ഉത്തരം അക്കിത്തം. അന്യജീവനൊതുകി സ്വജീവിതം ധന്യമാക്കുമമലെ വിവേകികൾ. ആരുടേതാണ് ഈ വരികൾ? ഉത്തരം കുമാരനാശാൻ. നവഗ്രഹ കൃതികൾ രചിച്ച സംഗീതജ്ഞൻ ആരാണ്? ഉത്തരം മുത്തുസ്വാമി ദീക്ഷിതർ. ഡയാന രാജകുമാരിയെ പറ്റി വളരെ വിവാദം സൃഷ്ടിച്ച നോവൽ അന്ന പാസ്റ്റർനാക്കും ക്യാപ്റ്റൻ ജെയിംസ് ഹെവിക്കും ചേർന്ന് എഴുതിയിട്ടുണ്ട്. ഏതാണ് ആ കൃതി? ഉത്തരം എ പ്രിൻസസ് ഇൻ ലവ്. പുരാണ കഥകൾക്ക് ആധുനിക പശ്ചാത്തലത്തിൽ പുതിയ വ്യാഖ്യാനം നൽകി അവതരിപ്പിച്ച പുഷ്പവൃഷ്ടി എന്ന നാടകത്തിന്റെ രചയിതാവ് ആരാണ്? ഉത്തരം തിക്കോടിയൻ. ക്ഷേത്ര വാസ്തുശില്പവിദ്യയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥം? ഉത്തരം തന്ത്രസമുച്ചയം.
മലയാളത്തിലെ ആദ്യത്തെ പോക്കറ്റ് കാർട്ടൂണായ കിട്ടുമാൻ ആരുടെ സൃഷ്ടിയാണ്? ഉത്തരം യേശുദാസൻ. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ആദ്യം പ്രസിദ്ധീകരിച്ച കൃതി ഏതാണ്? ഉത്തരം തകഴിയുടെ കഥകൾ. സ്പൈസസ് ബോർഡ് പ്രസിദ്ധീകരിക്കുന്ന മാസിക? ഉത്തരം സ്പൈസ് ഇന്ത്യ.